ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുകയാണ്. ഈ കലാപം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം ബലപ്പെടുകയാണ് അന്തർദേശീയ തലത്തിൽ. കാര്യം ഇത് ബംഗ്ലാദേശിൽ ഒരുപാട് കലാപം ഉണ്ടാകണം, മാത്രമല്ല ഇന്ത്യയുടെ മേളിൽ പഴിയാറണം. അവിടെ ഒരു ഒരു ചെറുപ്പക്കാരനെ അവൻ കൊല്ലപ്പെട്ടു. അവനെ കൊന്നിട്ട് കൊലയാളികൾ ഇന്ത്യ വന്നു എന്നാണ് ഒരാരോപണം. അത് ഇന്ത്യ വന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഒന്നുമില്ല. പക്ഷേ ഇന്ത്യ വന്നെന്നങ്ങ് പറയുകയാണ്. ഈ വാർത്തയ്ക്കൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ്. അത് കരുതിക്കൂട്ടിയുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ള പ്രശ്നം ഇതുപോലെ വളരെയധികം കലുഷിതമായി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്ക് കൂടുതൽ ശ്രദ്ധ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലേക്ക് വേണ്ടി വരും. കാരണം അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് കയറും, ഒരുപാട് പേര് കയറി വരും. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത വിധത്തിലാണ് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വന്ന ഒരു കാലത്ത്. അന്ന് ബംഗ്ലാദേശ് ഇല്ല, കിഴക്കൻ പാകിസ്ഥാനാണ് ആയിരുന്നു. അത് പിന്നാണ് സ്വതന്ത്രമായിട്ട് ഇന്ത്യ തന്നെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത് ബംഗ്ലാദേശ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ആ ആളുകളൊക്കെ പലരും ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇനി അങ്ങനെ കുറേ ആളുകളെയും കൂടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഇന്ത്യയിൽ സ്ഥലമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ അതിർത്തിയിലേക്ക് ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന്, പാകിസ്ഥാന് വളരെ എളുപ്പമാണ്. കാരണം കാശ്മീരിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ആളുകൾക്ക് അതിക്രമിച്ച് കയറി വരാം. അതിനുള്ള ഒരുക്കമാണ്. കാരണം അവിടെ നമുക്ക് നമ്മുടെ മിലിറ്ററിയുടെ നല്ലൊരു ഭാഗത്തിന് വിഡ്രോ ചെയ്തിട്ട് ഈ ഈസ്റ്റേൺ ബോർഡറിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരുമ്പോൾ അത് ആ വെസ്റ്റേൺ ബോർഡറിലെ ശ്രദ്ധ കുറയും. എളുപ്പമുണ്ട്. പാകിസ്ഥാൻ അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് ആളുകൾക്ക് കയറി നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി വിടാം. നുഴഞ്ഞുകയറ്റം നടത്തിയതിനു ശേഷം ഇവിടെ അക്രമങ്ങളും അശാന്തിയും നടത്താം. ഇതാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ നല്ല ഉദ്ദേശമല്ലത്. അപ്പോൾ ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിൽ, അതിന് സംശയമൊന്നും വേണ്ട. പാകിസ്ഥാനോടുള്ള അടുപ്പം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതാണ് ഇന്ത്യ ഈ ബംഗ്ലാദേശികൾക്ക്. ഇപ്പോൾ അവിടെ പുതിയ യൂനിസിൻ്റെ ഭരണകൂടമൊക്കെ വന്നല്ലോ. അവിടുന്ന് ഷെയ്ഖ് ഹസീനയൊക്കെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അവർ ഇന്ത്യയിലെ അഭയം പ്രാപിച്ചേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടക്കാല ഗവൺമെൻറ് എന്നുള്ള നേരിൽ വന്ന ആളാണ്, പക്ഷേ അയാൾക്ക് ഭരണം വിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ ഇലക്ഷൻ നടത്താതിരിക്കണം, അവിടെ നടക്കരുത്. അതിനുള്ള മാർഗമാണ്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതാണ്, ആ ഇലക്ഷൻ നടക്കാതിരിക്കണം. അതിനുള്ള ഒരുക്കമാണ് ഇപ്പോൾ ഈ കലാപത്തിലൂടെ വരുന്നത്. ഇത് പ്രശ്നം അത് മാത്രമല്ല, അതായത് ഇന്ത്യയുടെ എംബസി, ബംഗ്ലാദേശിലുള്ള എംബസികളിൽ അവിടെയൊക്കെ അതിൻ്റെ കോമ്പൗണ്ടിലേക്കൊക്കെ കയറി കലാപകാരികൾ കയറി വലിയ അക്രമങ്ങൾ നടത്തുകയാണ്, വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ യഥാർത്ഥത്തിൽ ഈ എംബസികൾ ഏത് രാജ്യത്തിൻ്റെ ആയാലും ശരി, അതിൻ്റെ പരിസരത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വളപ്പിനുള്ളിൽ ആരെയും കടക്കാൻ അനുവദിക്കാറില്ല. അത്രത്തോളം സുരക്ഷ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയിലെ എംബസി, ഡൽഹിയിലെ എംബസിയിൽ ഇപ്പോൾ കുറേ പേര് ബഹളം ഉണ്ടാക്കി. അതിന് ബംഗ്ലാദേശ് വളരെയധികം ആശങ്ക അറിയിച്ചിട്ടുണ്ട്, അതിൽ അമർഷമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഈ കോമ്പൗണ്ടിൽ കയറിയല്ല, കോമ്പൗണ്ടിന് വെളിയിലാണ്, പുറത്താണ്. നേരെ മറിച്ച് ബംഗ്ലാദേശിലാണെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ഈ കോമ്പൗണ്ടിൽ കയറ്റി ആണ് ഈ ബഹളം ഉണ്ടാക്കിക്കുന്നത്. കാരണം അതിന് സുരക്ഷ വേണം, സുരക്ഷ കൂട്ടണം എന്നൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അറിയാൻ വയ്യാതെ ചെയ്യുന്നതോ ഒന്നുമല്ല. ഇത് മനഃപൂർവമായിട്ട് ഇതിൻ്റെ കരങ്ങൾ, പാകിസ്ഥാൻ്റെ കരങ്ങളാണ് ഇതിന് പിന്നിൽ, ഈ ബഹളം ഉണ്ടാക്കിയതിന്. ഒരു കാര്യവും ഇല്ലാതാണ് അവിടെ പോയി ഈ കലാപം നടത്തുന്നത്. അത് നേരെ ഇന്ത്യക്കെതിരെ അവിടെ തമ്മിലുള്ള അടിക്ക് അത് ഇന്ത്യക്കെതിരെ തിരിച്ചു വിടുകയാണ്. അവിടെ ഷെയ്ഖ് ഹസീനയുടെ അനുകൂലികളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരാണോ ആ പയ്യനെ വെടിവെച്ച് കൊന്നെന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ്. അന്നേരമാണ് അതിൻ്റെ കൊലയാളികൾ കൊന്നിട്ട് ഇവിടെ വന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആളിനെ അയച്ച് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ആരോപണം. വെറും ആരോപണമാണ്. ഇത് പറയാൻ എളുപ്പമല്ലേ ഒരു രാജ്യത്തിനെതിരെ, അങ്ങനെ അങ്ങ് പറയുക. ആ പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വേറെ ആരുമല്ല, ഇതിൻ്റെ പുറയിൽ പാകിസ്ഥാനാണ്, അസീം മുനീറാണ്, വേറെ ആരുമല്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അവിടെ അയാൾ ആ ഭരണം മുഴുവൻ
അയാൾ പാകിസ്ഥാൻ പിടിച്ചടക്കി വെച്ചേക്കാണ്. അത് അവിടുത്തെ ഏകാധിപതിയായിട്ട് അയാൾ മാറിയിട്ടുണ്ട്. അയാളുടെ ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. അത് കരുതിക്കൂട്ടിയുള്ള കാര്യവുമാണ്. കാരണം ഇന്ത്യയിൽ അശാന്തി വരുത്താൻ, ഇന്ത്യയിൽ ശാന്തമായിട്ട് ഇന്ത്യക്കാർ താമസിക്കാൻ സമ്മതിക്കാതെ ഇവിടേക്ക് ഭീകരവാദികളെ കയറ്റി ഈ പ്രശ്നങ്ങൾ, നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലിക്കാൻ ഉള്ള ഇടപാടാണ് ഈ ചെയ്യുന്നത്. അതിനുവേണ്ടി, അതായത് കഴിഞ്ഞ യുദ്ധത്തിൽ ഒരുപാട് നാശം പാകിസ്ഥാനുണ്ടായി. അതിൻ്റെ ജാള്യത മറയ്ക്കണം ഒന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ അങ്ങ് നശിപ്പിച്ചെന്നാണ്. ഇനി ഒരു യുദ്ധം കൂടെ താങ്ങാൻ ഇന്ത്യക്ക് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അത് പാകിസ്ഥാന് പറ്റത്തില്ലെന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. കാര് പിടിച്ച് യുദ്ധം നിർത്തിയതാണ്. എന്നിട്ടാണ് ഇപ്പം ഈ ഇതുപോലുള്ള വർത്തമാനം പറയുന്നതും ഇതേ പണികൾ ചെയ്യുന്നതും. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഇന്ത്യയെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരുപാട് ശത്രുക്കളെ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അത് എങ്ങനെ ആക്കി തീർത്തു എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഓരോ രാജ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒഴികെ ബാക്കി നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ത്യയായിട്ട് വിരോധത്തിലാണ്, ഇന്ത്യക്കെതിരാണ്. മറ്റ് അയൽ രാജ്യങ്ങളല്ല. ഇപ്പോൾ ശ്രീലങ്ക പോലും, അതുപോലെ തന്നെ ഈ മാലി ഉണ്ടല്ലോ, മാലി, അവർ പോലും, അങ്ങനെയുള്ള ആളുകൾ പോലും ഇന്ത്യക്കെതിരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിലൊരു ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അപ്പോൾ ഇത് ബംഗ്ലാദേശ് വളരെ അടുപ്പമായിരുന്നു ഇന്ത്യയുമായിട്ട് നേരത്തെ. ഇപ്പോൾ പെട്ടെന്നാണ് ഇത് മാറിയത്. ഷേഖ് ഹസീന അവിടുന്ന് വന്നതോടുകൂടി അവരെ പിടിച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഇന്ത്യ സമ്മതിക്കരുത് ഒരിക്കലും. കാരണം ഒരാൾ അഭയം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അഭയം, അവർക്ക് ആ അഭയത്തിന് അർഹതയുള്ളതാണ്, അവർ ചോദിക്കാം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള റെഫ്യൂജി അവർക്ക് ചോദിക്കാം. കാരണം അല്ലാതെ അവിടുത്തെ ഒരു ക്രിമിനലൊന്നും അല്ല അവർ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അത് കൊടുക്കുന്നത് എല്ലാ രാജ്യവും കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നതും ഒന്നും ശരിയല്ല. ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ പാകിസ്ഥാൻ്റെതാണ്. പാകിസ്ഥാൻ അത് അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവില്ലാത്തതല്ല പ്രശ്നം. നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആളുകൾ കുറേ പേരെങ്കിലും കൊല്ലപ്പെടും. കാരണം അതേപോലുള്ള വൃത്തികളാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറാൻ വേണ്ടിയുള്ള ഒരു മാർഗം സൃഷ്ടിക്കുകയാണ്, മറ്റൊന്നുമല്ല.